ഇന്നലെ വൈകിട്ട് ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ചധികം ദിവസമായി എങ്ങോട്ടെങ്കിലും പോകണം എന്നാലോചിച്ച് വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര റേറ്റാണ്. ഇപ്പം തായ്ലൻഡിൽ പോകാൻ വരെ 15,000 റുപ്പീസൊക്കെയാണ് കാണിക്കുന്നത് ബാങ്കോക്കിൽ പോകാൻ വെച്ചപ്പോഴത്തേക്കിനും. പിന്നെ ദുബായ് പോകാൻ നോക്കിയപ്പോഴത്തേക്കിനും അതും ഒരു 15,000 ആ റേഞ്ചിൽ. ഡൽഹി പോകാനാണെങ്കിൽ അതും ഉണ്ട് അത്യാവശ്യം 10-12,000 രൂപ. പിന്നെ ലഡാക്കിൽ പോകാനാണെങ്കിൽ 17,000-20,000 രൂപ റേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ടിക്കറ്റ് കണ്ടത്. കൊച്ചി ടു മുംബൈ ടു ലണ്ടൻ ഹീത്രോ ഇൻഡിഗോ 20,000 രൂപ ഓൺലി. അതായത് അടുത്ത ദിവസങ്ങളിലെല്ലാം ലണ്ടനിലേക്ക് 20,000 രൂപ. തിരിച്ചു വരാൻ 2 ലക്ഷം ഉണ്ട് കേട്ടോ. ഭയങ്കര റേറ്റായി ഇങ്ങോട്ട്, കാരണം സീസൺ ആണല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് കൊച്ചി ടു ലണ്ടൻ 20,000. അതേപോലെ തന്നെ അത് എക്കണോമിക്ക്. പിന്നെ ഇൻഡിഗോയിൽ തന്നെ സ്ട്രെച്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മൾ പണ്ട് മാഞ്ചസ്റ്റർ വീഡിയോ ചെയ്തായിരുന്നു അല്ലേ, ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിന് 55,000 അല്ല 57,000. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇൻഡിഗോയുടെ വിമാനത്തിൽ ലണ്ടൻ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം നമ്മൾ ഇൻഡിഗോയിൽ ലണ്ടൻ പോയിട്ടില്ല. അപ്പോൾ ഇൻഡിഗോ ലണ്ടനിലേക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു മുംബൈയിൽ നിന്ന്. അപ്പോൾ ഇൻഡിഗോ ആണ് ഓടുമോ എന്നൊക്കെ കണ്ടറിയണം, കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എല്ലാം ഖുദാഹുവയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നു, എല്ലാം വന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് ഡിലേ ആയില്ലെങ്കിൽ നമുക്ക് മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടും. അപ്പോൾ കൊച്ചി ടു മുംബൈ അല്ലെങ്കിൽ കൊച്ചി ടു ലണ്ടൻ ഇൻഡിഗോ ബിസിനസ് ക്ലാസ് സ്ട്രെച്ച് യാത്ര. ഇൻഡിഗോ ദ സോ കോൾഡ് ബിസിനസ് ക്ലാസ് അല്ലേ. ബാലി ഞങ്ങൾ ബാലി പോകണ്ടോ? ഞങ്ങൾ പോയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയാ പോകുന്നേ? എന്തിനാണെന്നറിയാവോ? എന്തിനാ ചേതാ? എന്തിനാ? ടു ഗെറ്റ് ഇൻസ്പയർഡ് ആൻഡ് ടു പർച്ചേസ് സം ഐറ്റംസ് ഫ്രം ബാലി ഫോർ അവർ പൂൾ വില്ല. അപ്പോൾ നമ്മൾ ബാലി പോകും. പിന്നെ മാത്രമല്ല വി ആർ ഗോണ സ്പെൻഡ് അവർ ന്യൂ ഇയർ ദിസ് ടൈം ഇൻ ബാലി അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത് അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ഫാമിലി ട്രിപ്പൊക്കെ ഉണ്ടാവും. അതിന് മുമ്പായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലണ്ടനിൽ പോയിട്ടൊരു ആവശ്യമുണ്ട്. എനിക്ക് ലണ്ടൻ മാത്രമല്ല, നമ്മുടെ പുതിയ രാജ്യമായിട്ടുള്ള സൈപ്രസിലേക്ക് പോകാനുള്ള ഒരു പദ്ധതിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലണ്ടൻ പോയിട്ട് സൈപ്രസ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുന്ന് ഡയറക്റ്റ് സൈപ്രസ് 60,000 രൂപയാണ്. ഇവിടെ നിന്ന് ലണ്ടൻ 20,000 രൂപയ്ക്ക് പോയിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് 5,000 രൂപയ്ക്ക് സൈപ്രസിൽ പോകാം. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ വിസ ഉള്ളതുകൊണ്ട് എവിടെ വേണേൽ എങ്ങോട്ട് വേണേൽ പോകാം. എന്തായാലും ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ എൻ്റെ ബാൽക്കണിയിൽ ഗാർഡനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചേഞ്ചസ് വരുത്തിയിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ മാറ്റിയായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ കാണുന്നത്. ഇത് തേക്കിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് പുതിയ പ്ലാന്റ്സും പഴയ പ്ലാന്റ്സും എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെച്ചിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ചെടിച്ചട്ടിയാണ് കേസ്. നോക്കി, ഷൂവിൻ്റെ ഷേപ്പിലുള്ള ചെടിച്ചട്ടി. അങ്ങനെ കുറേ ചട്ടികളും മറ്റ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇറ്റ്സ് സോ നൈസ്. പിന്നെ ഇവിടെ നമുക്ക് ബൊഗൈൻവില്ലയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അത് ഫ്ലവറിങ് സ്റ്റേജിലാണ്. അത് ഉടനെ തന്നെ ഫ്ലവർ ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നു. എന്താ രിഷോ പറ? കാലിലിട്ടണോ? ഇട്ട് നോക്ക്. ഇട്ടോ? കയറുമോ? ഇല്ലല്ലോ, കയറത്തില്ലല്ലോ. ഇല്ല, കയറൂല. ആ ഇട്ട് നോക്ക്, കയറുമോന്ന് നോക്കട്ടെ. എങ്ങനെ പൊട്ടിക്കരുത് നീ. ആ പൊട്ടും, കയറൂല കേട്ടോ. ഇത് ചെടിച്ചട്ടി. ആ പ്ലാന്റ്സ് വെക്കുന്ന സാധനമാണേ. അപ്പോൾ അപ്പ പോയിട്ട് വരട്ടെ കേട്ടാ. അച്ചടോ, കുഞ്ഞു യാത്ര. അപ്പൊ സീ യു ഗൈസ്, പോയി വരാമേ. ടാറ്റാ. ഋഷി പറഞ്ഞോ? താങ്ക് യു. ഇതും നമ്മുടെ പുതിയ ചെടിയാട്ടോ ഈ കാണുന്നേ. കണ്ടില്ലേ, ഇതൊക്കെ അടിപൊളി സെറ്റപ്പ് അല്ലേ ഈ കാണുന്നതൊക്കെ. പിച്ചി വരുന്നോടാ. ഋഷിക്ക് വിസ ഇല്ലല്ലോ. നമുക്ക് വിസ വേണ്ടാത്ത സ്ഥലമുണ്ട് ബാലി, അവിടെ പോവാമേ കേട്ടോ. പിന്നെ ഋഷിക്ക് നമുക്ക് വിസ എടുത്തിട്ട് നമുക്ക് ലണ്ടൻ പോകട്ടോ. ഇനിയിപ്പോൾ ആ ലണ്ടൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, UK ആൾക്കാർ ശ്വേതയുടെ ഋഷിയുടെ വിസ റിജക്ട് ചെയ്തായിരുന്നു. അപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. അവർ വിചാരിച്ചത് ഞങ്ങൾ കുടുംബത്തോട് അങ്ങോട്ട് സെറ്റിൽ ആവാനുള്ള പ്ലാനാണെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണെന്ന് സാരമില്ല കേട്ടോ, നമുക്ക് പോവാം കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാവേ. ബാലിന്ന് ചൈനയ്ക്ക് പോകാം കേട്ടോ. ഓക്കെ, കയറിപ്പോക്കോ. ടാറ്റാ. 17 പ്രസ് ചെയ്തോ. ഓക്കെ, ബൈ. ഐ ലവ് യു. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഞാൻ പോയിട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാണ്. ഞാൻ ഒരാഴ്ച, ഒരു 10 ദിവസം കഴിഞ്ഞ് വരും. 10 ദിവസമല്ല, ഒരാഴ്ച. ശരി, ബൈ. അങ്ങനെ ഞാൻ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 1 ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ഇത്തവണ ഞാൻ പോകുന്നത് എൻ്റെ പുതിയ മറ്റേ മിക്കി മൗസ് പെട്ടി വെച്ചിട്ടാണ്. എയർപോർട്ടിനകത്ത് വന്നത്. എയർപോർട്ടിനകത്ത് കയറാനായിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ QR കോഡ് വേണം എയർപോർട്ടിനുള്ളിൽ കയറാൻ. നമുക്ക് QR കോഡ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ പുറത്ത് ഇൻഡിഗോയുടെ കൗണ്ടറിൽ പോയിട്ട് അവരൊരു പേപ്പർ പ്രിൻ്റ് എടുത്ത് അതിൽ സീലടിച്ച് തന്നു. അപ്പോൾ അത് കാണിച്ചിട്ടാണ് അകത്ത് കയറിയത്. ചെക്കിനെല്ലാം കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ DC ബുക്സിൻ്റെ സ്റ്റോറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പുസ്തകമുണ്ട്. 3ാം എഡിഷനാണ്, 3rd എഡിഷൻ. അപ്പോൾ ഞാനൊരു 3-4 ഇവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇഫ് സംബഡി ഈസ് കമ്മിങ് യു ക്യാൻ ഗെറ്റ് ദ ഓർഡർ സൈൻ കോപ്പി. എയർപോർട്ടിലാണ്. യെസ്, അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 2 ബുക്ക് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി ഹിയർ. നമ്മുടെ ഫ്ലൈറ്റ് പോലെ ഇനി സമയമുണ്ട്. സോ ഐ കെയിം ടു ലോഞ്ചിൽ വന്നു കഴിഞ്ഞാലേ
വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇവിടുത്തെ ലോഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് വിമാനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടെ നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ വിമാനം കിടപ്പുണ്ട്. പിന്നെ ഒരു എമിറേറ്റ്സിൻ്റെ വിമാനം 777 ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റെഡി ആവുന്നു. ഒരു എയർ ഇന്ത്യ ലാൻഡ് ചെയ്യുന്നു, പുതിയ എയർ ഇന്ത്യ പോകുന്നു, പഴയ എയർ ഇന്ത്യ പോകുന്നു, അലയൻസ് എയർ പോകുന്നു. ഇഷ്ടംപോലെ വിമാനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കൂട്ടത്തിന് ഉഴുന്നുവട കഴിക്കാം. നമുക്ക് പോകേണ്ട ഇൻഡിഗോയുടെ എയർബസ് A321 വിമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് വന്നിട്ട് തിരിച്ച് മുംബൈക്ക് പോകുന്ന വിമാനമാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ ഡേ, കൊച്ചി ടു മുംബൈ. നമ്മൾ ഇൻഡിഗോ സ്ട്രെച്ച് പാസഞ്ചർ ആയതുകൊണ്ട് നമുക്ക് മീൽസ് ഇൻക്ലൂഡഡ് ആണ്. അത് ശരിക്കും നമ്മുടെ ബോർഡിംഗ് പാസിൽ കാണിക്കത്തില്ല, പക്ഷെ അവർ നമുക്ക് ഇത് സ്ട്രെച്ച് അല്ലെങ്കിലും നമുക്ക് തരും. ഇൻഡിഗോ സ്ട്രെച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് റോ സീറ്റ് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇൻഡിഗോ സ്ട്രെച്ച് ഇല്ലല്ലോ. ഇൻഡിഗോ സ്ട്രെച്ച് ഇല്ലാത്ത വിമാനങ്ങളിൽ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്തോ ഭാഗ്യത്തിന് എൻ്റെ അപ്പുറത്ത് 2 സീറ്റും കാലിയാണ്. അപ്പോൾ ഉപ്പുമാവും ബട്ടർ മിൽക്കുമാണ് കൊണ്ട് തന്നിരിക്കുന്നത്. ഇൻഡിഗോയിൽ ആകെ കിട്ടുന്ന ഹോട്ട് ഫുഡെന്ന് പറയുന്നത് ഇതുപോലെ റെഡി ടു ഈറ്റ് ഭക്ഷണമാണ്. ഇത് ചിക്കൻ നൂഡിൽസ് കിട്ടും, വെജ് നൂഡിൽസ് കിട്ടും, പിന്നെ ഉപ്പുമാവ് കിട്ടും. അങ്ങനെ ചില സമയത്ത് ബിരിയാണി ഉണ്ടെന്ന് തോന്നും. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. ഇത് റെഡി ടു ഈറ്റ് ആണ്. നമ്മൾ ടേസ്റ്റ് നിബിൾസ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ. പക്ഷേ റിട്ടോട്ട് പാക്കിംഗ് ഒന്നും അല്ല, വേറെന്തോ ടൈപ്പ് പാക്കിംഗ് ആണ്. ഇത് പൊട്ടിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. മാജിക് ഉപ്പുമാവ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക്. നമുക്ക് വെള്ളമോ എന്ത് വേണേലും ഡ്രിങ്ക്സ് ഇൻക്ലൂഡഡ് ആണ്. ബിവറേജ് ചോദിച്ച് വാങ്ങിക്കാം. പൊട്ടിച്ച് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. എന്താ കുഴപ്പമില്ലാത്ത സാധനമാണ്, അടിപൊളി. ഉപ്പ് കുറവുള്ള ഉപ്പുമാവാണ്. ഇച്ചിരി കറിയും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ. വെൽക്കം ബാക്ക് ടു മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സിമ്പിൾ, തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ പകൽ വലിയ തിരക്കൊന്നുമില്ല. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഡൊമസ്റ്റിക്കിൽ നിന്ന് നമ്മൾ ഇൻ്റർനാഷണലിലേക്ക് പോകാണല്ലോ. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ബാഗേജ് ഒന്നും കളക്ട് ചെയ്യേണ്ട, നേരെ ഇൻ്റർനാഷണലിൽ കയറിയിട്ട് അങ്ങ് പോയാൽ മതി. നമുക്ക് ബോർഡിംഗ് പാസൊക്കെ ഓൾറെഡി കിട്ടിയതാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മുംബൈ എയർപോർട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ച് വന്നിറങ്ങുമ്പോൾ എനിക്കിത് അത്ര വലിയ ഇഷ്ടമല്ല. തിരക്ക് തീരെ ഇല്ലല്ലോ ഇവിടെ. ഇൻ്റർനാഷണൽ ആയതുകൊണ്ടായിരിക്കും. ഡൊമസ്റ്റിക്കിൽ നല്ല തിരക്കുണ്ടാവും. ഇൻ്റർനാഷണൽ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഉണ്ട് ഇവിടെ മുംബൈയിൽ ഇപ്പം. എൻ്റെ മോനെ, ഇൻഡിഗോ സ്ട്രെച്ച് ഉപയോഗിക്കുന്ന പാസഞ്ചേഴ്സിന് ബിസിനസ് ക്ലാസ് ആൾക്കാർ പോകുന്ന ആ ഒരു പ്രയോറിറ്റി സെക്യൂരിറ്റി ചെക്ക് ആൻഡ് ഇമിഗ്രേഷൻ കൗണ്ടറിലൂടെ നമുക്ക് കടന്നു പോകാം. അടിപൊളി. നിമിഷ നേരങ്ങൾ കൊണ്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് അകത്ത് വന്ന് ഇമിഗ്രേഷനിൽ നമുക്ക് ഇ ഗേറ്റ് യൂസ് ചെയ്തു. കൊച്ചിയിലെ മെഷീൻസൊക്കെ ഇച്ചിരി സ്ലോ ആണ് കേട്ടോ. കൊച്ചിയിലെ ഇ ഗേറ്റ് ഉപയോഗിക്കുന്ന മെഷീൻസൊക്കെ കുറച്ച് സ്ലോ ആണ്. ഇവിടുത്തെ മെഷീൻസ് ഭയങ്കര ഫാസ്റ്റാണ്. ടപ്പേന്ന് പറഞ്ഞ് വർക്ക് ചെയ്യും. അടിപൊളി. അതായത് ഇപ്പോൾ പാസ്പോർട്ട് ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് പേജ് കളയണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇമിഗ്രേഷനിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, എളുപ്പമാണ്. പാതി മുറിച്ച് വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ കണ്ടോ? എനിക്ക് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. ഇതിനകത്ത് ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ടൊരു മെയ്സ് പോലെ റെഡിയാക്കി വെച്ചിരിക്കുക. കൊള്ളാം കേട്ടോ പരിപാടി. എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ഇൻഡിഗോ ഇത് എന്ത് വിചാരിച്ചാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ മുംബൈ എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് വരെ ഉണ്ട്. ഞാനെന്താ വെറുതെ ലോഞ്ചിൽ കയറിയിരിക്കാം, 1 മണിക്കൂർ സമയം ഉണ്ടല്ലോ എന്ന് കരുതി വന്നാൽ. അന്നേരം പറഞ്ഞു നിങ്ങളുടെ ടിക്കറ്റിൽ ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന്. അപ്പോൾ അതായത് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട, വേറെ കാർഡൊന്നും കൊടുക്കേണ്ട, നമുക്ക് ബിസിനസ് ക്ലാസ് ലോഞ്ച് തന്നെ ഇൻഡിഗോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ദൈവം, ഒരു രക്ഷയില്ല. അപ്പോൾ അദാനിയുടെ ബിസിനസ് ക്ലാസ് ലോഞ്ചിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അവനെ ഇത് തകർത്ത്. ഇവിടെ നമുക്ക് വിമാനങ്ങളൊക്കെ കാണാം. ഇൻഡിഗോ കിടപ്പുണ്ട്, എയർ ഇന്ത്യ കിടപ്പുണ്ട്, വിസ്താര കിടപ്പുണ്ട്, എയർ ഏഷ്യ, വിസ്താരയല്ല പഴയ വിസ്താരയുടെ പഴയ സാധനം കിടപ്പുണ്ട്, പിന്നെ ആകാശ എയർ കിടപ്പുണ്ട്. അതേ ഉള്ളല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഈ ലോഞ്ചിന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ ഫുഡും വെച്ചിട്ടുണ്ട്. ലൈക്ക് ഔട്ട്സൈഡ് near the reception there is a counter of the sweets. Okay. And for the occasion of the Christmas we are also selling some plum cakes, so you can try that as well. Yeah, sure, I'll check. Thank you. കച്ചവടം ഉണ്ട് കേട്ടോ ഇവർക്കിടെ. ഞാൻ ലൈറ്റായിട്ട് 2 പീസ് ചിക്കനും വെച്ച് നൂഡിൽസ് കൊടുത്തു. ചുമ്മാ സമയമുണ്ടല്ലോ. എന്തായാലും ഇനി 10 മണിക്കൂർ വിമാനത്തിരിക്കാനുള്ളതല്ലേ. ഇന്ത്യയിൽ ഫുഡൊക്കെ കിട്ടും. എന്നാലും വെറുതെ ചുമ്മാ ലോഞ്ചിൽ കയറിയല്ലേ. അപ്പോൾ അവർ സ്വീറ്റ്സ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന, സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കി സാമ്പിൾ നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചാൽ മതി. ബിസിനസ് ഫുഡ് കഴിച്ച് തകർത്തോ എന്നാണ് പറയുന്നത്. ഇതെന്തായാലും ഒരു ഗംഭീര സെറ്റപ്പ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇൻഡിഗോ ഭയങ്കര കോമ്പറ്റീഷനാണ്. അതായത് എയർ ഇന്ത്യയുമായിട്ട് കോമ്പറ്റ് ചെയ്ത് തകർക്കാനുള്ള പരിപാടിയാണ് ഇൻഡിഗോ.
അതാണ് സംഭവം. നമ്മുടെ ബോർഡിംഗ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടാവും. 1:45 2:45 ഫ്ലൈറ്റ്. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണാം. നല്ല ഭംഗിയല്ലേ, അടിപൊളിയല്ലേ? മലേഷ്യൻ എയർലൈൻസിൻ്റെ എയർക്രാഫ്റ്റ് എടുക്കുന്നുണ്ടോ? മലേഷ്യൻ എയർലൈൻസ് ഇവിടെ നിന്ന് പകലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ബോയിങ് 787-7 ഡ്രീം ലൈനർ വിമാനം. ഇത് നോർത്ത് അറ്റ്ലാന്റിക്കിൽ നിന്നും ഇവർ ലീസിനെടുത്തിരിക്കുന്ന വിമാനമാണ്. ഇതിൻ്റെ ക്രൂ ഒക്കെ ആക്ച്വലി നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെ തന്നെയാണ്. ഇൻഡിഗോയുടെ എയർ ഹോസ്റ്റസുമാർ ഇൻഡിഗോയുടെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ്. യെസ്, പൈലറ്റും ബാക്കിയുള്ള ക്രൂ എല്ലാം നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ഇവിടുന്ന് മുംബൈ ടു ലണ്ടൻ ഹീത്രോ പോകുന്നത്. ഇൻഡിഗോയുടെ കോഡെന്ന് പറയുന്നത് 6E ആണ്. ഫ്ലൈറ്റ് നമ്പർ ഉണ്ടല്ലോ, ആ ഫ്ലൈറ്റ് നമ്പർ എന്ന് പറയുന്നത് ശരിക്കും 6E ആണ്. അതിൽ അവർ ഫസ്റ്റ് നമ്പർ 6E001 എന്ന് പറഞ്ഞ് 6E1 നമ്പർ കൊടുത്തിരിക്കുന്നത് അവരുടെ മുംബൈ ലണ്ടൻ ഹീത്രോ ആ വിമാനത്തിനാണ്. അതിലാണ് നമ്മളിന്ന് പോകുന്നത്. ശരിക്കും അത് അവരുടെ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സർവീസ് ആയതുകൊണ്ടാണ് അവർ 6E001 എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. താങ്ക് യു. അങ്ങനെ നമ്മൾ ബോർഡിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ദേ കിടക്കുന്നു എമിറേറ്റ്സ് 777. എമിറേറ്റ്സ് നമ്മൾ കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സ് കണ്ടു, മുംബൈയിൽ നിന്ന് എമിറേറ്റ്സ് കണ്ടു. എമിറേറ്റ്സിൻ്റെ 777 ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ വൈഡ് ബോഡി എയർലൈൻസ് മാത്രമുള്ള അപൂർവം ചില എയർലൈനുകളിലൊന്നാണ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ചെറിയ വിമാനങ്ങളില്ലല്ലോ, വലിയ വിമാനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇവർ ഭയങ്കര സംഭവട്ടോ ഇൻഡിഗോ. മുംബൈയിൽ നമുക്കിവിടുന്ന് ബോർഡിംഗ് ചെയ്യുമ്പോഴത്തേക്കിനും ബിസിനസ് ക്ലാസ്സിന് സ്ട്രെച്ചിന് സെപ്പറേറ്റ് ക്യൂ. ഹായ്, ഹൗ ആർ യു? You want the passport again? Yeah. Yep. It's like India, kuch bhi ho sakta hai. Okay. Thank you so much. Yeah, thank you. അപ്പോൾ this is the stretch. നമ്മൾ സ്ട്രെച്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവർ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നില്ല, പക്ഷേ സ്ട്രെച്ച് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സ്ട്രെച്ച്. ഇതിൻ്റെ ക്രൂവും മറ്റേ നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെ ക്രൂ ആണോ? ഫോറിനേഴ്സൊക്കെ ആണുള്ള ക്രൂ ആണെന്ന്. യു ഹാവ് another check. 3 checking. No, 4 checking. Yeah. 4 steps of checking. They will be doing one more. Okay. Hi, how are you? I'm good, thank you so much. You can take the second aisle chair right inside. Thank you so much. Yeah. नमस्कार, इस उड़ान में आपका स्वागत है. നമ്മൾ ലാസ്റ്റ് റോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. और ड्यूटी फ्री ഇത് ഓൾമോസ്റ്റ് കാലിയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ് 8J. This is our seat 8J. അടിപൊളി പാടല്ലേ? ആസ് യൂഷ്വൽ നമുക്കൊരു ലൈഫ് ഫ്ലാറ്റ് ബെഡൊന്നും അല്ല, ലൈഫ് ഫ്ലാറ്റ് ബെഡ് വെക്കാൻ പറ്റില്ല നമുക്ക്, പക്ഷെ ചാരി ഇരിക്കാം. നമുക്ക് ഈ ലെഗ് റെസ്റ്റ് ഉണ്ട് നമ്മളില്ലേ, ഇങ്ങനെയാണ് സെറ്റപ്പ് ആയിട്ടല്ലേ. നമുക്ക് ചാരാം. 10 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോകാൻ പറ്റുന്ന സംഭവമാണ്. നമ്മൾ ഇതിനകത്ത് മാഞ്ചസ്റ്റർ പോയിട്ടുണ്ട്. നമ്മൾ മാഞ്ചസ്റ്ററിൻ്റെ ഫസ്റ്റ് ലോഞ്ച് ഫ്ലൈറ്റിൽ നമ്മൾ പോയായിരുന്നു. പക്ഷേ ഹീത്രോ ലണ്ടൻ ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ കരീബിയൻ യാത്രയിലായിരുന്നു. അപ്പോഴാണ് അവർ ലണ്ടൻ തുടങ്ങിയത്. ഇനി ജനുവരിയിൽ അവർ ആഥൻസ് ട്രിപ്പ് തുടങ്ങുന്നുണ്ട്. അന്നേരം നമുക്ക് പറ്റുമെങ്കിൽ പോകാം. അപ്പോൾ ഇതാണ് സംഭവം. ഒരു വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടില്ലേ, ഇതൊക്കെ ഫ്രീ ആണ്. ഒരു വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡിഗോ ആണ് ഗൈസ്. ഇതൊക്കെ ഇൻഡിഗോയുടെ പരിപാടികളാണ്. ഇൻഫോർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ ഇൻഫോർടൈൻമെൻറ്റിന് വേണ്ടി. അപ്പോൾ ഇവിടെ എവിടെ വരുന്നു? ഇൻഫോർടൈൻമെൻ്റ് ആണോ? അല്ല, ഇത് റൈറ്റ് അല്ല. ഇവിടെ ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാവ്, ഇത് കണ്ടോ, നോക്കൂ ഗൈസ്. നോർത്ത് അറ്റ്ലാന്റിക് നോഴ്സിൻ്റെ ഫെയിമാണ്. പക്ഷേ നോഴ്സിൻ്റെ പേരാണ് മൂവീസ്, വേറെ സിനിമയൊക്കെ ഉണ്ട്. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് വരെ ഉണ്ട്. അടിപൊളി. 12th ഫെയിൽ മലയാളം പടമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവുമായിരിക്കും. കോമഡി, മറ്റത് റൊമാൻസ്, ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ് അല്ലേ? കൊള്ളാം. സിനിമ ആണെങ്കിൽ സിനിമ കാണാം. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ബിസിനസ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ തരുന്നത് അതാണ് ബഡ്ജറ്റ് ബിസിനസ് ക്ലാസ്. സാധാരണ 57,000 രൂപയാണ് ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 57,000 റുപ്പീസ്. അതിൽ കൊച്ചിയിൽ നിന്ന് മുംബൈ വഴി ലണ്ടൻ ഡയറക്റ്റ്. ഇപ്പോൾ എമിറേറ്റ്സ് ആണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ മിനിമമാണ്. ഖത്തർ എയർവേസ് ആണെങ്കിലും അത്രയും തന്നെ മിനിമമാണ്. സീസൺ ആണെങ്കിൽ കൂടുതലാണ്, മിനിമം 1.5 ലക്ഷം കൊടുക്കണം. എയർ ഇന്ത്യ ആണെങ്കിൽ നമുക്കൊരു 90,000 റേഞ്ചിൽ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് കിട്ടും. അത് നേരത്തെ ബുക്ക് ചെയ്താൽ. പക്ഷേ ലാസ്റ്റ് സമയത്തും ഞാൻ ഡൽഹി വഴിയുള്ള എയർ ഇന്ത്യക്ക് മുംബൈ വഴിയുള്ള എയർ ഇന്ത്യക്കൊക്കെ ആ റേറ്റ് ടിക്കറ്റ് കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇൻഡിഗോയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊരു വേറെ അനുഭവമാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇൻഡിഗോ ബുക്ക് ചെയ്തത്. വലിയ വിൻഡോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വിൻഡോ, നല്ല കിടിലൻ ഫ്ലൈറ്റ് ആട്ടോ, നല്ല നീറ്റാണ്. ഇവിടെ പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, നല്ല വലിയ പില്ലോ കണ്ടോ, നോക്കി നല്ല കിടിലൻ പില്ലോ വെച്ചിട്ടുണ്ട്. എന്തൊരു ലെഗ് സ്പേസാ കേടാ, നല്ല വലിയ ലെഗ് സ്പേസ്, അടിപൊളി സംഭവം, പൊളി കേട്ടോ, നല്ല കിടിലൻ സെറ്റപ്പാണ്. ഇനിയിപ്പം സർവീസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കണം. ഫുഡൊക്കെ എന്താ തരുന്നത്, ഡ്രിങ്ക്സ് ഉണ്ടോ, എങ്ങനെയൊക്കെയാണ്, എന്താ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കണം. ഇതിനകത്ത് 2x3x2 അതാണ് ഇതിൻ്റെ സീറ്റിംഗ് ലേഔട്ട്. അതായത് അപ്പുറത്ത് 2 സീറ്റ്സ്, പിന്നെ നടുക്ക് 3 സീറ്റ്, പിന്നെ ഇപ്പുറത്ത് 2 സീറ്റ്, അങ്ങനെയാണ് അതിൻ്റെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത്. 2x2 3x2
അപ്പോൾ നടുക്കത്തെ സീറ്റ് മിക്കവാറും കാലിയായിരിക്കും, കാരണം അവസാന സമയത്തായിരിക്കും അത് ഫില്ലാവുന്നത്. അത് മിക്കവാറും കാലിയാണ്, അത് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പുറത്തെ സീറ്റുകളാണ് കൂടുതലും ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്. ഇത് തന്നെ ഞാൻ ഇന്നലെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ സീറ്റും പിന്നെ വേറെ ഏതോ 1-2 സീറ്റൊക്കെ കാലിയായിരുന്നു. നടുക്കത്തെ സീറ്റൊക്കെ എംറ്റി ആയിരുന്നു. ആരെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല വലിയ ടോയ്ലറ്റ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്. എടാ ഡ്രീം ലൈനർ വിമാനമല്ലേ. ഹലോ 6 ഇവരുടെ മാഗസിനിൽ പോലും ഉണ്ടല്ലേ ലണ്ടൻ ബസ്, ഓക്സ്ഫോർഡ് സർക്കസിലേക്ക് പോകുന്ന ബസ്സിൻ്റെ ഫോട്ടോ. അതിനകത്ത് താഴെ എഴുതിയിട്ടുണ്ട് ലണ്ടൻ, ആംസ്റ്റർഡാം, ലഡാക്ക്, രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ലണ്ടൻ, ആംസ്റ്റർഡാം, ലഡാക്ക്, രാജസ്ഥാൻ എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ ലണ്ടൻ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത്ര റേറ്റ് കുറവായിട്ടും നോക്കി വിമാനം ഓൾമോസ്റ്റ് കാലിയാണ്, കേട്ടില്ല നോക്കി കേട്ടോ. ഇതിനകത്താകെ എന്നെ പോലെ തന്നെ സൈഡ് സീറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി ഇപ്പുറത്ത് അയൽ സീറ്റില്ല. പിന്നെ മിഡിൽ റോ കാലിയാണ്, അപ്പുറത്തും അതേപോലെ തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഓഫ് സീസണാണ്, അങ്ങോട്ട് ലണ്ടനിലേക്ക് പോകുന്ന ആൾക്കാർ കുറവാണ്. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റേറ്റ് കുറവും അവിടെ നിന്ന് ഇങ്ങോട്ട് റേറ്റ് കൂടുതലും. ഈ ഒരു ഡിസ്പ്ലേയിൽ സിനിമയൊക്കെ കാണാം. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ വേണമല്ലോ, അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് രക്ഷയില്ല കേട്ടോ, ഇത് സംഭവം പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. എന്തിനും എങ്ങോട്ടാ എന്തുദ്ദേശിച്ചാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. May I offer you some extra juices? Yeah, sure. Here. Thank you. Enjoy your flight. I'll get back to you. പക്ഷേ ഇതൊക്കെ ഇൻഡിഗോ ആണോ വേസ് നോക്കി. മിക്സ് ഫ്രൂട്ട് ജ്യൂസ്, വെൽക്കം ഡ്രിങ്ക്, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, പക്ഷെ തരുന്നുണ്ട്. പില്ലോ ഒക്കെ ഉണ്ട് കേസ്, നല്ല അടിപൊളി പില്ലോ സെറ്റപ്പ്. May I clear this? മെനു കാർഡൊക്കെ കൊടുക്കുന്നത്, മെനു കാർഡ് ഭയങ്കര സെറ്റപ്പാ. ഈറ്റ്, ഡ്രിങ്ക്, സ്ട്രെച്ച് ഒക്കെ ഫ്രീ ആട്ടോ. ഫ്രീ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യൂസസ്, എയറേറ്റഡ് ഡ്രിങ്ക്സ്, ടീ, കോഫി, ഹോട്ട് ചോക്ലേറ്റ്, 60 സിഗ്നേച്ചർ, മൽഹർ, മോക്ടെയിൽ, കോക്ടെയിൽ, വിസ്കി, അമൃത് സിംഗിൾ മാൾട്ട് വിസ്കി ഉണ്ട്. പിന്നെ ജിൻ, സ്ട്രേഞ്ചർ ആൻഡ് സൺസ്, കിങ്ഫിഷർ പ്രീമിയം ബിയർ ഉണ്ട്. പിന്നെ സുല വൈൻയാർഡ്സിൽ നിന്നുള്ള വൈൻസ് ഉണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഫുഡിൻ്റെ മെനു ഇല്ല, ഡ്രിങ്ക്സിൻ്റെ മെനു ആണോ? ഫുഡിൻ്റെ മെനു ഉണ്ട്. ചെനാർ കോഫ്ത മസാല, ഇൻഡിഗോ സിഗ്നേച്ചർ ചിക്കൻ ടിക്ക പർദ ബിരിയാണി, 2 ഓപ്ഷനേ ഉള്ളൂ. ഇന്ത്യൻ സെലക്ഷൻ, ഇൻ്റർനാഷണൽ സെലക്ഷൻ. അതിൽ വെജിറ്റബിൾ ലസാന, പിന്നെ ഗ്രിൽഡ് പ്രോൺസ് വിത്ത് സാഫ്രൺ ടീ റിസോട്ടോ, പിന്നെ എനി ടൈം മീലും മിനി മീലും. ഇത്രയും ബഡ്ജറ്റായിട്ടുള്ള ഇത്ര അടിപൊളി എയർലൈൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I had some pizza. Okay. This is a gift for you. You can take it along with you. I can take it home. Yeah. Okay. Enjoy your flight. Thank you. ഇത് ഉപയോഗിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. അതായത് നമ്മൾ സാധാരണ വിമാനങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് ബ്ലാങ്കറ്റ് കിട്ടുമ്പോഴത്തേക്കിനും നമ്മളത് ഉപയോഗിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. ഗിഫ്റ്റാണ് കേട്ടോ. ഐ ആം വാം ആൻഡ് 6 എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കവറും സഞ്ചി തന്നിട്ടുണ്ട് ഇട്ടിട്ട് കൊണ്ടുപോകാനായിട്ട്. That's nice. Good conditions to begin with, en route as well. Midway we might have a little bit of 9 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട് ഇവിടുത്തെ ലണ്ടനിലേക്ക്. Good landing conditions in Heathrow as well. Temperature about 10 degrees centigrade when we arrive at around 10 ഡിഗ്രി ആയിരിക്കും നമ്മൾ അവിടെ എത്തുമ്പോൾ, തണുപ്പായിരിക്കും. Place large items of hand packaging in no, I'm good. overhead lockers and smaller items including handbags, അമ്യൂണിറ്റീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ഒരു കൊട്ടക്കകത്ത് കൊണ്ട് തരും, വേണമെങ്കിൽ എടുക്കാം. അതിനകത്ത് മറ്റേ സോക്സും മാസ്കും കണ്ട് ഉറങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഡേ ഫ്ലൈറ്റ് ആണ്. ഡേ ഫ്ലൈറ്റ് അല്ല, സമയം 2:45. ഇവിടുന്ന് 3 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10. ഇന്ത്യൻ സമയം രാത്രി 10 മണി, 10-11 മണി. ആ സമയത്ത് നമ്മൾ എത്തുന്നത്. നല്ല ടൈമിങ്, അടിപൊളിയാണ്. ടേക്ക് ഓഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ചാര എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ചെയ്യാം. അടിപൊളി കേട്ടോ. ഈ കൊടുക്കുന്ന പൈസക്ക് 100% വർത്താണ്. അങ്ങനെ ഫുഡ് കൊണ്ട് തന്നിരിക്കുകയാണ്. ബിരിയാണി അടിപൊളിയായിട്ട് നെയ്യില് ഈ ഒരു പരുവത്തില് സെറ്റാണ്. ചിക്കൻ കാല് വെച്ചിട്ടുണ്ട്. ചിക്കൻ കാല് കടിച്ചു പറയും. ആദ്യം വേണ്ട ഇങ്ങനെ വിമാനത്തിൽ ചിക്കൻ കാലൊക്കെ കിട്ടുന്നത്. Whiskey. May I? Yeah. Thank you. That's the lunch for you. Thank you.
enjoy a meal. ഒരു ട്രിക്സ് കൊടുത്തുണ്ടല്ലേ ഇങ്ങനോട് തരും എന്റെ ദൈവമേ. ഗൈസ്, ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന 2 വിമാനങ്ങൾ. എമിറേറ്റ്സിന്റെ വിമാനമാണ് കാണുന്നത്. നമ്മൾ പാരലൽ റണ്ണാണേ, ഒരേ സ്ഥലത്തേക്ക് പോകുന്ന 2 വിമാനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എമിറേറ്റ്സിന്റെ എയർബസ് A380 വിമാനമാണ് ആ പോകുന്നത്. ഞാനിവിടെ നിന്ന് സൂം ചെയ്തെടുക്കുകയാണ്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേഗതയിലാണ് വിമാനം പോകുന്നതെന്നുള്ളത്. ആ വിമാനത്തിന്റെ ബാക്കിൽ നിന്ന് പുക പോകുന്ന പോലത്തെ ഒരു സാധനം പോകുന്നുണ്ടല്ലേ, അത് ആക്ച്വലി പുകയല്ല. അത് എനിക്ക് തോന്നുന്നു ഈ മേഘം കീറി മുറിച്ച് പോകുന്നൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്ത് സ്പീഡിലല്ലേ പോകുന്നത്. 380 വിമാനം. ഓടി ഓടി നമ്മളതിനെ ഓവർടേക്ക് ചെയ്തു. നമ്മളതിൻ്റെ പുറകെയായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഓടി അതിനെ ഓവർടേക്ക് ചെയ്യുക. ശരിക്കും ദീർഘദൂര വിമാനയാത്രകളിൽ നമുക്ക് ഭയങ്കര വലിയ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഉറങ്ങാതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ. ഇപ്പം മേഘമാണ്, നമ്മളിപ്പോഴും കടലിൻ്റെ മേളിൽ കൂടെ ആണെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ കര കണ്ടിട്ടില്ല. ഞാനിങ്ങനെ വിമാനമൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും അപ്പുറത്തൂടെ മേളിൽ കൂടെ താഴെ കൂടെ ഒക്കെ വേറെ കുറേ വിമാനങ്ങളൊക്കെ പോകുന്നത് കാണാം. ഒരു എമിറേറ്റ്സിൻ്റെ വിമാനം കണ്ടപ്പോൾ ഇതേ സിനിമ കണ്ടുകൊണ്ടിരുന്ന് കുറച്ച് നേരം 1 മണിക്കൂർ ഉറങ്ങി. 6 മണിക്കൂറും കൂടെ ഉണ്ട്, 4 മണിക്കൂർ ആയുള്ളായി. ഇനി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ജെറ്റ് വരും. ഉറങ്ങിയില്ലെങ്കിൽ ജെറ്റ് വരും. ഉറങ്ങിയ പ്രശ്നമില്ല. ഹോട്ടൽ കൊടുത്തു ചെറിയൊരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് ഹോട്ടൽ Indigo Rocks. Mr. Chandramata, we are serving spinach and ricotta Wellington. What beverage would you like to have along with it? I'll go for Karachi. Karak chai, it's low sugar. You want me to add some sugar in it? No, I don't want sugar actually. Do you have any chai without sugar? I have chamomile tea and blue teas there. No, it's okay. I'll go for the Karachi. Karak chai. It has a sweetness of creamer, that's it. Okay. That's it. I'll just get back to you, please. തരാവുന്ന ഒരു മെയിൻ മീലല്ല, ഒരു മിനി മീൽ, അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. കൊണ്ടുതരുമ്പോൾ അറിയാത്ത ഇത് കണ്ടോ. ഇവരുടെ ഈ പ്ലേറ്റും സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? സ്പിനച്ച് ആൽമണ്ട് എന്തോ ഒരു റോളാണ് തന്നിരിക്കുന്നത്, അലോങ് വിത്ത് ചായ, കടക് ചായ, ചെറിയ മധുരമൊക്കെ ഉണ്ട്. ഇത് കൊള്ളാണ്ടോ? ഇത് ചൂടാക്കി എടുത്താണ്. ഈ സ്പൂണിലും ഫോർക്കിലും വരെ ഇൻഡിഗോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ ലോഗോ ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു 40 മിനിറ്റ്സിൽ നമ്മൾ ലാൻഡ് ചെയ്യും. അവിടെ ഭയങ്കര തണുപ്പാണ്, 7 ഡിഗ്രി സെൽഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞ ക്യാപ്റ്റൻ ആണ് ചെയ്തത്. May I present this? Thank you. Indian sweet, it's India Indigo product. Thank you. Our power, it has a Indian flag color, white chocolate. Enjoy. സ്വീറ്റ് കൊടുക്കും, സ്വീറ്റ് ഇൻഡിഗോടെ ഒക്കെ മാറ്റം. ഞാൻ വിചാരിച്ച് അന്ന് മാഞ്ചസ്റ്റർ ഫ്ലൈറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഇനോഗ്രൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അല്ല, ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇനോഗ്രൽ ഫ്ലൈറ്റിൽ മാത്രമല്ല, ഇങ്ങനെയാണ് ഇൻഡിഗോ തകർക്കും. ഇത് എയർ ഇന്ത്യക്ക് പാരയാണ്. എനിക്ക് ഈ ഒരു സീറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ പറയുക, ഈ കാണുന്ന സാധനം കണ്ടോ, ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. അതായത് നമ്മുടെ കാലിങ്ങനെ വെക്കാൻ പറ്റും ഇതിനകത്ത്. അതാണ് ഈ സീറ്റിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇത്തരത്തിൽ കാല് വെക്കാം, ഭയങ്കര സുഖമാണ്. നമ്മൾ എത്താറായി. അപ്പോൾ ഇത് മടക്കിയെടുത്ത് ബാഗി വയ്ക്കാം. ഇത് ഒരെണ്ണം ഓൾറെഡി എൻ്റെ വീട്ടിലുണ്ട്. ഇത് കുറേ ഡിസൈനിലുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്, ഇവർക്കുണ്ട്. ഇല്ലല്ലോ, ഇത്രയും ഡിസൈനുണ്ട്, പല ഡിസൈനുണ്ട്. അപ്പോൾ ഈ ഡിസൈനൊക്കെ ഇത് ഓരോ വിമാനത്തിലും ഓരോ ഡിഫറെൻറ്റ് ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്തോളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം. ലാൻഡ് എയറായി, ക്യാബിൻ സെക്യൂർ ആൻഡ് പോകണം. ഇത് എക്കണോമി ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അത് പ്രീ ബുക്ക് ചെയ്യണം, അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. നമുക്ക് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പ്രീ ബുക്ക് ചെയ്താൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് അതിന് പറ്റിയ സഞ്ചി വരെ തന്നിട്ടുണ്ട്. ഇത് സഞ്ചിക്കകത്തിട്ട് സൂക്ഷിച്ച് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമ്മൾ എക്കണോമി പോവാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണ്ട, ഇത് കൊണ്ടുപോയാൽ മതി. You like to share any feedback? Yes, no. The Flying second time. Their experience. No, it's good. I'm flying second time. Oh, is it? You flew with I us from flew last from the first flight in Manchester. It was on 1st July. Yeah, I was there on the flight. with the CEO. Yeah. CEO was there. Yeah, Mr. Elbers. Yeah, so I was on that flight.
Oh, okay. Even me, I was there. On I the was flight. sitting in the last row that side. Okay, I was there in the economy. I Okay. was traveling as a passenger. Okay. I had some event to attend. Okay. That's so much experience. That's good. Very experience. It's good actually worth for the worth for what you're paying. Yeah. Like you're getting this much. So are you getting the blanket in economy or you can purchase? Economy blanket is not purchased. How much do you charge? 500 rupees. For the same? No, this is exclusively only for stretch customers. Okay. Yeah, this So- we overlay. There we have a different kind of blankets. That's a different one. Yes. This is a gift which we give it Okay. from our side to. But the food is included, right? For them, yeah, food and non-alcoholic beverages are included. Okay. The other thing you can purchase. Yes, just the blanket, neck pillow, and alcohol. Okay. Food, everything is included. Thank you. Thank you so much once again. ഇവിടെ ക്രൂ അടിപൊളിയാട്ടോ. ഇതില് ഇവരുടെ പൈലറ്റുമാരെനിക്ക് തോന്നുന്നു നോഴ്സിന്റെ സ്റ്റാഫാണ്. പിന്നെ ഒരു ക്യാബിൻ സൂപ്പർവൈസർ ഒരു ലേഡി ഉണ്ട്, ഒരു ഫോറിനർ. ബാക്കി എല്ലാവരും ഇന്ത്യയുടെ സ്റ്റാഫാണ്. ഓൺ ടൈം ഡിപ്പാർച്ചർ, ഓൺ ടൈം അറൈവൽ. അപ്പോൾ നമ്മൾ ലണ്ടൻ നഗരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഹീത്രൂ രാത്രി ആയതുകൊണ്ടൊന്നും കാണത്തില്ല കേസ്. നമ്മൾ കുറേ നേരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര ട്രാഫിക്കാണ് തോന്നുന്നു. നമ്മളിപ്പോൾ ചെന്നിറങ്ങുന്ന വലിയ പീക്ക് ടൈമിലാണ് ചെന്നിറങ്ങുന്നത്. ഇമിഗ്രേഷനിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത് ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കിനും. കാരണം 7 മണി 7:30 എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീത്രോ എയർപോർട്ടിലെ പീക്ക് ടൈമാണ്. എന്ത് ഭംഗിയല്ലേ ലണ്ടൻ നഗരം കാണാൻ രാത്രിയിൽ. എല്ലായിടത്തും ലൈറ്റൊക്കെ ആയിട്ട് എത്ര നേരമായിട്ട് നമ്മളിങ്ങനെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയെന്നറിയോ. ഭയങ്കര രസമാണ്. സെൻട്രൽ ലണ്ടൻ ഏരിയ ആണ് കാണുന്നത്. അടിപൊളി. ഇത് പകലായിരുന്നു പൊളിച്ചേനെ. തണുപ്പാണ്. വിമാനത്തിൽ ഇറങ്ങുമ്പോൾ ജാക്കറ്റ് വേണമായിരുന്നു. എയർപോർട്ട് ബിൽഡിങ്ങിൽ പോയി ഇനി ബാഗ് കളക്ട് ചെയ്ത് ബാഗിൽ നിന്ന് ജാക്കറ്റ് എടുത്തിട്ടാലേ പറ്റുള്ളൂ. നല്ല തണുപ്പുണ്ട് ടെർമിനലിനകത്ത്. എൻ്റെ പുറത്ത് 7 ഡിഗ്രി അല്ലേ. ഇത് കോഹിനൂറാണോ? ആണോ? അറിയില്ല എന്താന്ന്. എന്തായാലും വെൽക്കം ടു ലണ്ടൻ. ടെർമിനൽ 3 വന്നിരിക്കുന്നത്. എൻ്റെ പെട്ടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. എൻ്റെ പെട്ടിയായിട്ട് ഈ പെട്ടി മാത്രമേ കാണുള്ളൂ. ഞാനങ്ങനെ ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിൽ വന്ന് ബാഗെല്ലാം കളക്ട് ചെയ്ത് 20 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങി വന്ന് ഷംജിത് ഭായി ക്രിസ്മസ് ആയില്ലെങ്കിലും ക്രിസ്മസ് തീമിൽ റെഡിയായി സെറ്റായി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ആണ് ഫുൾ കണ്ടില്ലേ. ഇവിടെ മൊത്തം ക്രിസ്മസ് വൈബാണ്. ഞാൻ സെൻട്രൽ ലണ്ടനൊക്കെ കണ്ടു വിമാനത്തിൽ ഇരുന്ന്. ഫുള്ള് പരിപാടികളാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ഒരു ചെറിയ ഹൂഡി എടുത്തിട്ട് ഇമിഗ്രേഷനിലെ ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു. തിരക്കില്ലായിരുന്നല്ലോ. അതാ പ്രശ്നം. തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഇപ്പം മുംബൈ ഫ്ലൈറ്റ്, ഡൽഹി ഫ്ലൈറ്റ്, ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്സ് എല്ലാം കൂടെ വന്നിട്ട് ഞാൻ നോർമൽ രീതിയിൽ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു 1.5 മണിക്കൂർ എടുക്കും. കാരണം അവിടെ ആകെ 2-3 കൗണ്ടറേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അറിയാതെ തിരക്കായിരിക്കും. അപ്പം ഞാൻ നേരത്തെ ഇവിടുത്തെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ബുക്ക് ചെയ്തായിരുന്നു. അതിന് 35 പൗണ്ട് അവർ വാങ്ങിക്കും. അത് പീക്ക് ടൈം ആയതുകൊണ്ട്. 7:20 ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു, 7:40 പുറത്തിറങ്ങി. അതെ, അത് പീക്ക് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. ഓഫ് പീക്ക് ടൈമിൽ 25 പൗണ്ടേ ഉള്ളൂ. ഇത് പീക്ക് ടൈം ആയതുകൊണ്ട് 35 പൗണ്ട്. 35 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 രൂപയായി. പക്ഷേ എവിടെ ആ 4000 രൂപ എന്ന് പറയുന്നത് നമ്മൾ 1.5 മണിക്കൂറിൻ്റെ വിലയാണ്. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടറിൽ പോയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബുക്ക് ചെയ്തിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യണം അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ. പിന്നെ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ സ്പെഷ്യൽ ഒരു ലൈനൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്തു. ഇത് ലെവൽ 1 അവിടെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിനും അവിടെയുള്ള ആൾ ചോദിച്ചു, നിൻ്റെ കയ്യിൽ 10 കൊല്ലത്തെ വിസ ആണല്ലോ, നിനക്ക് എന്നാ പരിപാടി ചെയ്ത്? എപ്പോഴും ചോദിക്കുന്ന പരിപാടിയാണ്. ഇതിൽ 10 കൊല്ലത്തെ വിസ ആണല്ലോ, നിനക്ക് എന്നാ പരിപാടി? ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഇതെന്നാ പരിപാടി എന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ പാസ്പോർട്ട് തിരിച്ചു നോക്കിയപ്പം സെയിൻറ്റ് ലൂസിയ, മറ്റേ കുറേ കരീബിയൻ രാജ്യങ്ങളുടെ പേര്. ഇതൊക്കെ നീ എപ്പം പോയി? ഞാൻ പറഞ്ഞു ഇതെന്നെ പറ്റി നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞത്. യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. എത്ര ദിവസം ഉണ്ട്? ഞാൻ 2 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. കൊള്ള കീപ് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടിൻ്റെ ഒരു മൂലയ്ക്ക് സൈഡിൽ മാറ്റി സീൽ ചെയ്ത് തന്നു. അതെ, പുറത്തിറങ്ങി. അത് ഭയങ്കര സംഭവമല്ലേ? അത് ഭയങ്കര സംഭവമല്ലേ? ഓക്കെ, പിന്നല്ല.
എയർപോർട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഒരു സർപ്രൈസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു ലോഡ് ആൾക്കാർ ക്രിസ്മസ് തീമിൽ ക്രിസ്മസ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ ഇതൊരു ഷൂട്ടാണ്. ആ ഷൂട്ടിന്റെ സെറ്റാണ് ഇത്. ഷൂട്ടിന്റെ പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. കേരള ഡിലൈറ്റ്സിന്റെ പ്രൊമോഷണൽ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ വേണം പറയാം. അതിനിടയ്ക്ക് കേരള ഡിലൈറ്റ്സ് കുത്തിക്കേറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ക്യാമറാമാന്, പിന്നെ അത് DOP, ഇത് നായിക, അത് സഹനായിക, ഇത് ഡയറക്ടർ, ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ, ഞാൻ ഗസ്റ്റ് റോള്. അതെ. അപ്പൊ ഇവിടെ ഇത് ഈ പറഞ്ഞ സാധനം ഇതെന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഡിന്നറിന് മുമ്പ് നമ്മള് പൊട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മളിങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് വലിച്ചു പൊട്ടിക്കും. അപ്പൊ അതിനുള്ളിൽ ഒരു ചെറിയ തൊപ്പിയും, ഒരു ഗിഫ്റ്റും, ഒരു ജോക്കും ഉണ്ടാവും. അത് പൊട്ടിക്കും കേട്ടോ. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കണ്ട, നമ്മൾ ഇതെല്ലാം കൂടെ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് മാറിയിരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കുന്നതായിരിക്കും. ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള പരിപാടിയാണ്. എല്ലാം ഒറിജിനലാണ് സാധനം. ഇതൊക്കെ എഴുതികളാണ്. എല്ലാ സാധനങ്ങളും ഒറിജിനലാണ്. അപ്പൊ ഇതിന്റെ വലിയ ഭാഗം കിട്ടുന്ന ആൾക്കാർക്കാണ് ഇത് കിട്ടുക കേട്ടോ. എങ്ങനെ ആക്ച്വലി ഒരാൾക്ക് ഈ വാലും ഒരാൾക്ക് വാല പ്ലസ് ഇതാ അങ്ങനെ കിട്ടുക. വലിയ പുള്ളി ചെയ്യണ സ്ട്രെങ്ത് വെച്ചിട്ട്. അപ്പൊ മെയിൻ യൂണിറ്റ് പൊട്ടിക്കാൻ പാടില്ലല്ലേ? ജോബിനകത്ത് കുറച്ചുകൂടി കൈ നീട്ടി കൊടുത്ത് തണുപ്പായോണ്ട് കരോളൊന്നും ഉണ്ടാവില്ല അല്ലേ? അതൊക്കെയൊന്ന് പ്ലാൻ. കരോളില്ലല്ലോ ഇവിടെ നാട്ടിൽ അവിടുത്തെ പോലെ പക്ഷെ കോസ്റ്റ്യൂം വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റിയത്. നിങ്ങൾക്കൊന്നുമില്ല. എനിക്കൊന്നും കിട്ടിയില്ല. എന്തൊക്കെ പരിപാടികളാണ് ഓരോ നാട്ടിലെ വ്യത്യസ്തമായ ഈ സാധനം തൊപ്പി. ആ തൊപ്പി നമ്മൾ വെക്കാം. അല്ല, ഈ മൊലാലിക്ക് മാത്രം കിട്ടിയില്ല. മൊലാലിക്ക് Why did no one bid for Rudolph and Blitzen on eBay? Because they were too dear. Okay, what do you call the elves who wear earmuffs? ഇങ്ങനെയൊക്കെയാണ് ഇവര് ഇവിടുത്തെ ആൾക്കാര് ക്രിസ്മസ് ഈവനിങ്ങില് ഡിന്നർ കഴിക്കുന്നത്. നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഇതെന്നാന്നറിയാമോ? ഇതിനെ വയസ്സായി കഴിഞ്ഞ് നേഴ്സിംഗ് ഹോമിൽ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണം? ഇജാതി വലിച്ച കോമഡിയും പറയണം. എന്തൊരു മനോഹരമായ ആചാരം. ഇനി പോയി പൊറോട്ട ബീഫ് കഴിച്ചാലോ? പൊറോട്ട ബീഫ് കഴിച്ചാലോ? ഇവിടെ സംഭവം ഭയങ്കര ഫണ്ണാണ്. നാളെ കാണാം.